ദുബായിൽ വരുമ്പം മതി ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന്. അയ്യേ എടാ പോടാ കുണ്ടാ. കുന്ത അവനെന്റെ ഷെഡ് വേണോന്ന്. എന്തൊക്കെ ആൾക്കാരല്ലേ. താങ്ക് യു സോ മച്ച് രണ്ടി. വിനീതേട്ടാ ബസ് സെറ്റ് ആയിട്ടുണ്ടെന്ന് ആനന്ദ്. എടാ നിന്റെ തുണിവെക്ക് വണ്ടിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഓരോന്നാ ചെറുക്കന് പറഞ്ഞു കൊടുക്ക്. ഇനി അവൻ അത് ഓതി എന്റെ ചെവിക്കകത്ത് ഇട്ടിരുന്ന് രാത്രി ഇട്ടിരുന്ന് മോങ്ങും. പിന്നെ രാത്രി ഞാൻ ബസ് എടുക്കാൻ ഓടണം ഞാൻ. നിന്റെ വണ്ടിയുടെ തുണി പൊക്കിയിട്ട് നിനക്ക് നിന്റെ സൗകര്യം നോക്കി പൊക്കൂടെ. ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് നിന്റെ പിള്ളേർക്ക്. ഒട്ടും വെള്ളമില്ലാത്ത നല്ലപോലെ ഫ്രൈ ആക്കി വേണം അച്ചാറിടാൻ. ഒട്ടും വെള്ളമില്ലാതെ നല്ലപോലെ ഫ്രൈ ആക്കി വേണം അച്ചാറിടാൻ. ഇല്ലെങ്കിൽ അച്ചാർ കേട് വരും. ഓയിൽ ലെവല് താഴെ വേണം അച്ചാർ. അപ്പോൾ എയർ കോണ്ടാക്ട് വന്ന കേടാവും. അച്ഛനാ ഇല്ലെങ്കിൽ അച്ഛൻ കേട് വരുമെന്ന്, അച്ഛന് കേട് വരുമെന്ന്. അത് അല്ല, ഋഷേഷ് ബ്രോ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ അച്ചാർ ഊമ്പി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വീട്ടിലോട്ടായിരിക്കുമല്ലോ അവർ വരുന്നത്. അപ്പൊ വീട്ടിൽ അച്ഛനായിരിക്കും ഉള്ളത്. അപ്പൊ അച്ഛന് കേട് വരും, എന്തായാലും കേട് വരും. പുള്ളി പറഞ്ഞതിലൊരു സത്യമുണ്ട്. പുള്ളി ആദ്യം വന്ന് നാട്ടുകാർ വന്ന് എൻ്റെ അച്ഛനോടായിരിക്കുമല്ലോ ചോദിക്കുന്നേ, ഇത് നിങ്ങളെ പെണ്ണുമ്പിള്ള മറ്റേ അച്ചാർ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് അതിനകത്ത് ഇതാണെന്ന് പറഞ്ഞിട്ട്. അത് അച്ഛനും കേട് വരും, ശരിയാണത്. അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. അത് മിസ്റ്റേക്ക് അല്ലത്. ഒരു ബസ് അങ്ങോട്ട് എടുക്കണ എന്തായാലും ക്ലിക്ക് ആവുമെന്ന്. കാഡ്ബറി ട്രാവൽ ഹബ്ബ് നിങ്ങളെല്ലാവരും കൂടെ പിഴിച്ചിട്ട് എനിക്കൊരു ബസ് മേടിച്ചതാ. ഞാൻ പയ്യെ മാസം അടച്ചു തരാം. എല്ലാവരും കൂടെ പിഴിച്ചിട്ട് ഒരു ബസ് മേടിച്ചു. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ മാസം ഞാൻ ഇതാക്കി തരാം. അല്ല പിന്നെ ബസ്സേ അണ്ണന്റെ ലൈവ് കാണുമ്പോൾ GF വിളിച്ചാൽ എങ്ങനെ ഒഴിവാക്കുക? ഞാൻ തിരുമേനിയുടെ അടുത്തൊരു കാര്യം പറയാം. തിരുമേനി ഒരു ദിവസത്തിലെ പകുതി സമയം ദൈവത്തിന്റെ കൂടെ, ബാക്കി പകുതി സമയം ഇവിടെ ലൈവിൽ. എൻ്റെ ലൈവ് ഇപ്പോൾ 6 മണിക്കൂറൊക്കെയാണ്. തിരുമേനിയുടെ ഗേൾഫ്രണ്ടിനും ഉണ്ടാവൂലേ തിരുമേനിയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ. ദൈവത്തിന്റെ കൂടെയും എൻ്റെ കൂടെയും മാത്രം മതിയോ തിരുമേനി? ഗേൾഫ്രണ്ടിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് തിരുമേനി. അല്ലെങ്കിൽ വേറെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ തിരുമേനിക്ക് വിഷമമാവും. തിരുമേനി അത് പ്രശ്നമാണേ. തിരുമേനി ദൈവവും ഞാനും മാത്രം പോരാ, ഗേൾഫ്രണ്ടും ഫാമിലിയൊക്കെ വേണം. മനസ്സിലായ? സവാള 1.5 ഉള്ളൂ. 1 kg പച്ചമുളക് 100 കൂള് 2. എടാ ഇവൻ നോട്ട് പാഡ് വെച്ച് ഓക്കെ കൊടുത്തപ്പോ അത് സൂപ്പർ ചാറ്റ് ആയി പോയതാണോ? സവാള 1/2, 1 പച്ചമുളക് 100 കൂള്, പച്ചമുളക് 100 കൂള് 2. ഇവൻ എവിടുത്തെ നോട്ട് പാഡ് വെച്ച് അമക്കിയപ്പോ പൈസ വന്നതാണ് ഇവിടെ. ബസ് എടുത്തു കഴിഞ്ഞാൽ ഇനി ഈഗിളിന്റെ പേര് കൂടെ ഇടണം. ആനന്ദേ നിന്നെ ഇവിടുന്ന് ബാൻ ചെയ്യുവാണേ. നിന്നെ ബാൻ ചെയ്യുവാണേ. ഭാഗ്യ അനിൽകുമാർ, അണ്ണ എന്റെ ലവറിന്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ? വിഷ് ചെയ്യാലോ ഭാഗ്യ. ഒരു മിനിറ്റ്. ഭാഗ്യ അനിൽകുമാറിന്റെ ബോയ് ഫ്രണ്ടിന് അല്ലെങ്കിൽ ലവറിന് എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും. നല്ലൊരു വർഷം നേരുന്നു. ഫ്രം പരിന്തു വാസു അല്ലെങ്കിൽ ഈഗിൾ ഗെയിമിംഗ്. ഹാപ്പി ബർത്ത്ഡേ ബ്രദർ. പറഞ്ഞു. സന്തോഷമല്ലേ ഭാഗ്യ? ഇതിന്റെ പേരിൽ വല്ല ബ്രേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ദയവി തന്നെ ബ്ലെയിം ചെയ്യരുത്. ഓൾ ദ വെരി ബെസ്റ്റ്. അണ്ണാ ടോക്സിക് ടീസർ കണ്ട? ടോക്സിക് ടീസർ കണ്ടില്ല? കാണണം. സാമ്പിൾ ഒരു ഗ്യാങ് കൊണ്ടുവന്ന TPA 5M കമ്മിങ് സൂൺ. സാമ്പിന്ന് വന്ന് കൊട്ടവാസം ഒന്ന് വിളിക്കലടാ മോനെ, വിഷമാവോ അണ്ണനെ. 40 rupees. അത് പോയി. 40 rupees ഉണ്ട്. ബസ് എടുത്തിട്ട് ബാക്കി ബാങ്കിൽ ഇട്ടോ. ഓ, ബസ് മേടിക്കാനുള്ള കോൺട്രിബ്യൂഷൻ ആണല്ലേ? ഓക്കെ, 7000 രൂപയായി. ഇവിടെ ചാറ്റ് റവന്യൂ ഒരു 45 ലക്ഷം രൂപയാക്ക്. ഇന്ന് തന്നെ ബസ് എടുക്കാം. നാളെ തന്നെ അഡ്വാൻസ് കൊടുക്കാം ബസ്സിന്. എൻ്റെ വക ബസ് വാങ്ങാൻ ചെറിയൊരു കോൺട്രിബ്യൂഷൻ. ഓക്കെ. അപ്പൊ ഇന്ന് ബസ് വാങ്ങിക്കുന്ന ചാരിറ്റി സ്ട്രീമാണ്. ബൈയിങ് എ ബസ് വിത്ത് യൂട്യൂബ് റവന്യൂ. ഇന്ന് ബസ് മേടിക്കണേ. സീനാം പേച്ചി വേടൻ പോഡ്കാസ്റ്റിൽ വരുന്നു എന്ന് കേട്ടപ്പോ എണ്ണിച്ച് ഇന്ന് രോമം ഫുള്ള് കേട്ടപ്പോ കുനിഞ്ഞ് നിന്ന് തലയ്ക്ക് വിളിച്ചിട്ട് കിടന്നുറങ്ങി. ഇങ്ങനെ ചെയ്യല്ലേ അണ്ണാന്ന്. വീടിന്റെ മുറ്റത്തൊരു ബസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയ്യോ, വീടിന്റെ മുറ്റത്തൊരു ബസ് ആലോചിച്ച് നോക്കിയേ. വീടിന്റെ മുറ്റത്ത് നാളെ ലോണുകാർ വന്ന് നിൽക്കുന്നു. ഉണ്ടച്ചി ഇറങ്ങി വാ, ബസ്സിന്റെ നിന്ന് വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചിറക്കുന്നൊന്ന് ആലോചിച്ച് നോക്കി. ആനന്ദേ ചവിട്ടും നിന്നെ ഞാൻ കേട്ടാ. കേരള തക്കാളി 40 rupees. ഈഗിൾ ബ്രോ, നമുക്ക് PC-യിൽ ഒരു eSports ഓർഗ് തുടങ്ങാം. എടാ മോനെ, ഞാനില്ല ഇതിനൊന്നും. ഇതിനൊക്കെ ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക്
ഞാൻ 2024 മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞുണ്ടല്ലോ, പൈസ വെച്ച് പൈസ വെച്ചുള്ള കളിയിലൂടെ എനിക്ക് ഭയങ്കര പേടിയാ. നല്ല ബന്ധങ്ങളും ഇന്ന് അണ്ണാന്ന് വിളിക്കുന്നത് നീ എന്നെ നാളെ കുണ്ണാന്ന് വിളിക്കും, പൈസ വെച്ചുള്ള ബന്ധങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നെങ്കിൽ പോലും ഒറ്റയ്ക്കേ ചെയ്യാൻ പ്ലാൻ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിച്ചത്. കാരണം അതിന്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ അത് ബാധിക്കും ഭയങ്കര ഇതായിട്ട്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം, അല്ലെ അത്രയ്ക്ക് ഉറപ്പും വിശ്വാസവും വേണം. എനിക്കത് എന്തായാലും ഇല്ല. അതുകൊണ്ട് ഈ ഓർഗ് തുടങ്ങുന്നതിനും ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാനും ഒന്നും എനിക്കൊരു താല്പര്യമില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ജീവിച്ചു പോക്കോ. ആഫ്റ്റർ 20 years ഐ ഗോട്ട് എ ഹഗ് ഫ്രം മൈ ഡാഡ് എസ്റ്റർഡേ. സച്ചൂറോ പിന്നെ അല്ല, ഹോ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ഹഗ് കിട്ടുമെന്ന് പറഞ്ഞ പ്രത്യേകം. അതായത് എപ്പോഴും കിട്ടത്തില്ല, പക്ഷേ ഒരു സമയം വരെ എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ യൂട്യൂബൊക്കെ ചെയ്ത് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകുമ്പോൾ പെട്ടെന്ന് അച്ഛന് ചാടി കയറി കെട്ടിപ്പിടിച്ചിട്ട് പറയാം പപ്പ പോയിട്ട് വരാം. പിന്നെ അതിപ്പോൾ എനിക്ക് കോമൺ ആയി. ഒരു സമയം വരെ ഉണ്ടായിരുന്നു, അതിന് ഞാൻ 15 വർഷം കാത്തിരുന്നിട്ടുണ്ട്. അതെനിക്ക് നല്ലപോലെ അറിയാം. അതൊരു ബെസ്റ്റ് ഫീലിംഗ് ആണ് സത്യം പറയാലോ. അണ്ണാ ബസ് മേടിക്കല്ലേ അണ്ണാ, മൂഞ്ചും കിടിലം. എടാ ഇവൻ മാത്രമാണ് നമ്മളത് നെഗറ്റീവ് പറയാം. നിനക്ക് ബസ് സീറ്റില്ല ഏട്ടാ, നിനക്ക് ബസ് സീറ്റില്ലേ, കയറ്റാൻ പറഞ്ഞ പോലെ കയറ്റത്തില്ലേ, പാട്ട് പോലും ഇട്ടിരത്തില്ല നിനക്ക്. അണ്ണാ ഒരളി അപ്പച്ചൻ്റെ വകയും 4 ബസ്. ലുട്ടു ഒപ്പി താങ്ക് യു സോ മച്ച്. ബസ് മേടിച്ചില്ലെങ്കിൽ വിഷയം മാറും. വിപിനെ 40 രൂപ വന്നിട്ടാണല്ലോ നീ അത് പറഞ്ഞത്. 40 രൂപ വന്നിട്ടാണല്ലോ നീ അത് പറഞ്ഞത്. ഒരു 400 രൂപ വന്നിട്ട് പറഞ്ഞത് നിനക്ക് സൈഡ് സീറ്റ് ആണ്. നിന്നെ ഡ്രൈവറിന്റെ കൂടെ സൈഡിൽ ഇരുത്തിയേനെ ഞാൻ. ഒരു ബസ് അങ്ങോട്ട് വാങ്ങിക്കണ്ട, ഗ്ലഡ്ജി മേലെ 449 അത്രേ ഉള്ളൂ. സൈഡ് സീറ്റ്, ഡ്രൈവറിന്റെ തൊട്ടടുത്തുള്ള സീറ്റ് ഗ്ലഡ്ജി ബ്രോയ്ക്ക് തന്നെ. ടിപ്പ് ഫോർ യു, നമ്മൾ അവസരം കൊടുക്കാതെ ലോകത്ത് ആർക്കും നമ്മളെ ചതിക്കാൻ പറ്റത്തില്ല. അമേരിക്കൻ, അത് സത്യമാണ്. വിശ്വാസമല്ലേ ബ്രോ നമ്മളെ എല്ലാം ഈ അവസരം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, കൂടെ നിന്ന് ചതിക്കുവാണെന്ന് നമുക്ക് തോന്നണമെങ്കിൽ തന്നെ നമ്മുടെ വിശ്വാസം അതാണ് നമ്മൾ അവസരമാക്കി കൊടുക്കുന്നത് അവർക്ക്, അല്ലേ? നമ്മുടെ വിശ്വാസം അല്ലേ അവർ മുതലെടുക്കുന്നത്. അത് തന്നെയല്ലേ പറയാം. ഇപ്പം നമ്മളെ ഒരാൾ ചതിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്പേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് അത്രയും വിശ്വാസം ഉണ്ടായിട്ടല്ലേക്കുമല്ലോ നമ്മൾ ആ സ്പേസ് കൊടുക്കുന്നത്. ഉറപ്പായിട്ടും അത് വേറൊരാൾ മുതലാക്കുന്നത് നമുക്ക് എന്താ ചെയ്താലും തടയാൻ പറ്റൂല. അണ്ണാ ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ദ ബെസ്റ്റ് ഡേ ഐ ക്യാൻ ഗീവ് ഇറ്റ് ടു ഹർ, പ്ലീസ് ഡു എ വിഷ് ഫോർ മൈ മോം. അസുർ ഗെയിമിങ്ങിൻ്റെ അമ്മയ്ക്ക്, അമ്മ ഹാപ്പി ബർത്ത്ഡേ. എല്ലാം നന്നായിട്ട് നടക്കട്ടെ ഈ വർഷം. അമ്മയ്ക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ഒരുപാട് നാള് അവൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ അമ്മ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അമ്മ. കൊടുത്തിട്ട് അണ്ണാ സം മോട്ടിവേഷൻ ടു ഗ്രോ. ഐ ആം 20 years in UK. നീ UK ഇരിക്കുന്നു, നിനക്ക് എന്ത് മോട്ടിവേഷൻ? ഇവിടെ തളിപ്പറമ്പിൽ ഇരുന്ന് ലൈവ് കാണുന്ന പിള്ളേരുണ്ട്, അവർക്കല്ലേ ഞാൻ മോട്ടിവേഷൻ കൊടുക്കണ്ടേ? നീ അറ്റ്ലീസ്റ്റ് 10-20 വയസ്സ് UK എത്തിയില്ലേ? ഇവിടെ തളിപ്പറമ്പ് ജംഗ്ഷനിൽ ഇരുന്ന് ലൈവ് കാണുന്ന പയ്യനുണ്ട്, ഒരുത്ത ഉത്സവ പറമ്പ് ഇരുന്നാണ് ലൈവ് കാണുന്നത്. എൻ്റെ നീ ഇപ്പോഴും ഉണ്ടോ ഇവിടെ? ആ പയ്യൻ ഇപ്പോഴും ഉണ്ട്. ഞാൻ അവനെന്ത് മോട്ടിവേഷൻ കൊടുക്കും? നീ അത് പറ. നീ അതെന്നോട് പറ. ഈഗിൾ ബ്രോ ലവ് ഫ്രം കൺസൈൻമെന്റ് പെയിൻ. എടാ നീയാണല്ലേ ഗെയിമർ എക്സിലെ. എടാ നമ്മൾ പുതിയ സെർവറിലോട്ട് പോവാ, നീ വരണം കേട്ടാ, നീ വരണം. നമുക്ക് അവിടെ ചില്ല് ചെയ്യാം, ഫുൾ ചില്ല്. മനസ്സിലായോ? അണ്ണാ ദാമ്പത്യ ജീവിതം എങ്ങനെയുണ്ട്? സെപ്റ്റംബർ അഖിലേശ്വർ ബ്രോ ദാമ്പത്യ ജീവിതം അടിപൊളിയാണ്. അതല്ലേ അവള് ഡെലിവറിയാണ്, അതിൽ കൂടുതൽ എന്ത് അടിപൊളി. കൊച്ചു കള്ളൻ പോടുന്നു, ഇനി നാണം വരുന്നത്. എൻ്റെ അണ്ടർവെയർ മറക്കല്ലേ എന്ന്. കൈസ് എന്തോരം ആൾക്കാരാ കൈസ്, ഇതൊക്കെ എന്തൊരു ആൾക്കാരാണ്, അണ്ടർവെയർ അവന്. നീ മറ്റേ അയക്കാത്ത സുരേഷ് ഗോപിയാ? അത് അറ്റ്ലീസ്റ്റ് അത് വേണ്ട. അത് പ്രലോഭനത്തിൽ വീഴല്ലേ അണ്ണ, ഉറപ്പായിട്ടും മൂഞ്ചും. ഇവൻ ബസ് എടുത്ത് കുത്തോളെടുത്ത ആളാണെന്ന് തോന്നുന്നു കേട്ടാ. അണ്ണാ ഇന്നാ ബസ്സിനാണ് 40 rupees. താങ്ക് യു. വീട്ടിലെത്തി അണ്ണ. ആകാശസ് ഉത്സവ പറമ്പിൽ വീട്ടിലെത്തി ലൈവ് വന്നപ്പോഴത്തേക്കിന്. സൂപ്പർ. അണ്ണ ഡ്രൈവർ വേക്കൻസി ഉണ്ടോ? ഞാൻ കുറച്ച് സീൻ ഡ്രൈവിംഗ് ആണ്. ഒരു ബസ് മറിച്ചിട്ടുണ്ട് കണ്ണൂർ റൂട്ടിൽ. പൊൻതൂവൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ പൊൻതൂവൽ. പുള്ളിക്കൊരു പൊൻതൂവൽ കിട്ടി കണ്ട. എന്ത് ഇതായിട്ടാ പറയണേ? പുള്ളി പറയണ കണ്ണൂർ റൂട്ടിൽ ഒരു ബസ് ഞാൻ ഇങ്ങനെ പൊക്കോട്ടിരുന്ന ബസ് ഇങ്ങനെ മറിച്ചിട്ടെന്ന്. ഒരു 50 പേരുടെ വണ്ട ബസ് വീണ്. പുള്ളി അതിപ്പോഴും മറ്റേ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് മനസ്സിലായോ? നമ്മുടെ എന്തോ അതിന് പറയണേ, സി വിയിൽ നോട്ട്. പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ എന്താണ് എക്സ്പീരിയൻസ്? കണ്ണൂർ റൂട്ടിൽ ഞാൻ ഒരു ബസ് മറിച്ചിട്ടിട്ടുണ്ട്, കോഴിക്കോട് ഞാൻ ഒരെണ്ണം മലത്തിയിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് അച്ചീവ്മെന്റ്സ്. ഉറപ്പായിട്ടും ഞാൻ ഡ്രൈവറായിട്ട് വിളിക്കാം.
അണ്ണ CM-നോട് എറണാകുളം വെള്ളാർപ്പാടം പോർട്ടിൽ വരാൻ പറ. കണ്ടെയ്നർ ലോറിയിൽ ട്രിപ്പ് എടുക്കാം, സെറ്റ് ആക്കാം. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ട്രെയിലർ ഓർ ഹെവി സെറ്റ് ആക്കാന്ന്. എന്റെ പൊന്നു മൗഗ്ലി ബ്രോ, ഞാൻ പറഞ്ഞല്ലോ, ഇവൻ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ അന്ന് പരിവാഹനിന്ന് 10 പേര് വിളിക്കും എന്നെ, മനസ്സിലായ? ഇനി കണ്ടെയ്നർ ലോറിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുണ്ടച്ചി അത് എവിടെയൊക്കെ കൊണ്ട് കയറ്റുമോ ആരെയൊക്കെ കൊല്ലുമെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ അതിന്റെ പുറകെ നടക്കുക. സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് കണ്ടെയ്നർ ലോറി എടുത്തവൻ്റെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവൻ ഇല്ലാത്ത നാശം ഈ കേരളത്തിൽ ഉണ്ടാക്കി വെക്കും. എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, എക്സ്പീരിയൻസ്. സ്നേഹത്തിന്റെ പുറത്ത് പോലും വിളിച്ചേക്കരുത്. അവൻ വണ്ടി കയറി വരും. വണ്ടി എന്ന് പറഞ്ഞാൽ അവന്റെ അടുത്ത് ഇപ്പൊ പറയാം ഗോവയിൽ പോവാന്ന് പറഞ്ഞാൽ അവൻ വരില്ല. അവൻ പറയാം ഗോവയിൽ പോയി ഒരു 3-4 വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ബാഗ് എടുത്ത് അപ്പ് വരും. അങ്ങനത്തവനാണ്. ട്രെയിലർ ഓടിക്കാന്നും ഹെവി ഓടിക്കാന്നും ഒന്നും പറഞ്ഞ ഇപ്പൊ ചാട് വിടുന്നു. ദയവ് ചെയ്ത് അങ്ങനത്തെ വാഗ്ദാനങ്ങളൊന്നും കൊടുത്ത് എന്നെ ജയിലിൽ കയറ്റരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. അണ്ണാ ചാനൽ വിൽക്ക്, എന്നിട്ട് ബസ് എടുക്ക്. ഈ ചാനൽ ഞാൻ നിനക്ക് 45 ലക്ഷം രൂപയ്ക്ക് നീ എടുക്കുമോ? ഈ ചാനല് 45 അല്ല, ഇനി 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ ഈ ചാനൽ വിൽക്കത്തില്ല. ഞാൻ നാളെ ചത്തുപോയാലും ജീവിച്ചിരിപ്പുണ്ടോന്ന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് 4 പേര് അറിയണോ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇവിടെ കിടന്നോട്ടെ ഈ പേരിൽ. ഇത് വിറ്റിട്ടൊരു ബസ് എനിക്ക് വേണ്ട. തന്താനിന്നാനേ നാനേ അത് ബീജിയം ഒക്കെ ഇട്ട് വരുമ്പോൾ നൈസായിരിക്കും അല്ലേ? അത് നൈസായിരിക്കും അല്ലേ? റീൽസിലൊക്കെ ഇങ്ങനെ തോണ്ടി വരുമ്പോൾ അത് നൈസായിരിക്കും അല്ലേ? കൊള്ളാതെ. എടാ നിന്റെ ആൾക്കാർ കാണണോ? വിളിക്കുന്നു CM-നെ കാണണോന്ന്. എടാ വാഴ ഒന്ന് കാണാ, ഒന്ന് മുഖം കാണിക്കടാ. ചന്തിയൊന്നും അല്ലല്ലോടാ, മുഖം കാണിക്കേ. വലുതാക്കടാ, ക്യാമറ എങ്കിലും വലുതാവട്ടെ. അതാ കാണ. ഓ നീ അങ്ങോട്ട് നോക്കങ്ങോട്ട്. എടാ നിക്കറല്ലേടാ, അതിനെന്താടാ ഒരു നിക്കറല്ലേ? അതിനെന്താ വിനീത്? പറ സൗദ പറ. നിന്നോട് ചോദിച്ചിട്ടാണോ ബസ് എടുത്തേ? നിന്നോട് ചോദിച്ചിട്ടാണോ ബസ് എടുത്തേ?